ഇവിടെ നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് ജില്ലകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അത്തരം പ്രശ്നങ്ങൾ 3 ജില്ലകളുടെ കാര്യമാണ് ഇവിടെ ഇന്ന് പരിശോധിക്കപ്പെടുന്നത്. തിരുവനന്തപുരവും കൊല്ലവും പത്തനംതിട്ടയും. നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പരിഹാരം കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ടാകും. കലക്ടർമാർ ജില്ലയിലെ ചില പ്രശ്നങ്ങൾ സംസ്ഥാന തലത്തിൽ തീരുമാനമാകുന്നതിന് വേണ്ടി വിവിധ സെക്രട്ടറിമാർക്ക് അയച്ചിട്ടുണ്ടാകാം. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ദീർഘകാലമായി തീരുമാനമാകാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കാനും പരസ്പര ചർച്ചയിലൂടെ അതിനവസാന തീരുമാനം കാണാനുമാണ് ഈ യോഗം. അപ്പോൾ നല്ല പരസ്പര ചർച്ച, ഫയലുകളുടെ പിന്നാലെ എന്ന നില ഒഴിവാക്കി ബന്ധപ്പെട്ട ഫയലിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന സാഹചര്യം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. നമ്മൾ ഫയലുകളുടെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തല അദാലത്ത് വലിയ പ്രതികരണമാണ് അതുണ്ടാക്കിയിരുന്നത്. നല്ല ഫലം അതിന് സൃഷ്ടിക്കാനും കഴിയും. അതല്ലാതെ തന്നെ ഫയലുകൾ തീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും സെക്രട്ടേറിയറ്റുമെല്ലാം നടത്തിയിരുന്നു. എല്ലാറ്റിൻ്റെയും ഉദ്ദേശം ഒന്നാണ്. ഫയലുകൾ തീർപ്പാക്കുക എന്ന് പറയുന്നത് ഉന്നയിക്കപ്പെട്ട ആവശ്യത്തിൽ തീരുമാനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് ജനങ്ങൾക്കാണ് അതിൻ്റേതായ ഗുണം ലഭിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു ഘട്ടത്തിൽ മന്ത്രിസഭയാകെ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളും സന്ദർശിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയാനുമൊക്കെ തയ്യാറായ അനുഭവം. അന്ന് അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരാതികളും എല്ലാം ലഭിച്ചിരുന്നു. നവകേരള സദസ്സിൻ്റെ ഭാഗമായി ജനങ്ങളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അവരുന്നയിച്ച കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മുടെ MLA-മാരുമായി ജില്ലാതലത്തിൽ ചർച്ചകൾ നടത്തിയപ്പോൾ MLA-മാരുന്നയിച്ച ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരികയാണ്. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തീരുമാനങ്ങളിലേക്ക് എത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിൽ പ്രത്യേക ശ്രദ്ധ വേണ്ട കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന് തോന്നുന്നവയുണ്ടെങ്കിൽ അവ ഇതിനകത്ത്
ഉന്നയിക്കുകയും പരിഹാരം കാണുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇത്തരം യോഗങ്ങൾ പൊതുവെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് വലിയ ചാലകശക്തിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ് അനുഭവം. അതിൻ്റെ ഭാഗമായി ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് എല്ലാവർക്കും മാറാൻ കഴിയുന്നുണ്ട്. ആരോഗ്യകരമായ സമീപനത്തിലേക്ക് മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. 2023 നേരത്തെ നമ്മൾ അവലോകന യോഗം നടത്തിയിരുന്നു. അന്നത്തെ ആ യോഗത്തിൻ്റെ മാതൃകയിൽ തന്നെയാണ് ഇപ്പോൾ ഈ യോഗവും സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കുന്നത് നാടിൻ്റെ പുരോഗതിക്ക് ഇടയാക്കുമെന്നുള്ളത് തന്നെയാണ് കാണുന്നത്. കേരളം പല കാര്യങ്ങളിലും വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ വേറിട്ട് നിൽക്കലിന് ഇടയാക്കുന്നത് നാടിന് ഓരോ മേഖലയിലും ആർജിക്കാൻ കഴിഞ്ഞ പുരോഗതി കൊണ്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതലായി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നാം ഇവിടെ കാണുന്നത്.